ഇരിക്കു സൂരജ്. ചില സമയം എന്നോട് ആർക്കും സ്നേഹമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ ചേട്ടാ ഈ പറയുന്നേ? നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ടുപേരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ അമ്മയോട് പോയി സംസാരിച്ചാലും അച്ഛനോട് പോയി സംസാരിച്ചാലും ബഹുമാനം തരുന്നതല്ലാതെ അവര് സ്നേഹം, അത് മൂത്ത മകനായത് കൊണ്ടാണോ അതോ കളക്ടർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സൂരജ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഏട്ടാ. ഞാനെല്ലാം ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. തമാശയല്ല. ബർത്ത്ഡേ കേക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുത്തപ്പോ അമ്മ അത് കഴിച്ചില്ല. പക്ഷെ നീ കൊടുത്തപ്പോ that's a difference. നീ കൊച്ചുകുട്ടിയല്ലേ? ഒന്ന് ചുമ്മാ ഇരിക്കേട്ടാ. അമ്മയ്ക്ക് കേക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പിന്നെ വായി വെച്ച് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് തിന്നായിരിക്കാൻ പറ്റുമോ? ഞാൻ കുറച്ച് ഫോഴ്സ് ആയിട്ട് കൊടുത്തു. ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അതുകൊണ്ടാ. പിന്നെ ഇതും സ്നേഹവും തമ്മിൽ എന്താ ബന്ധം? നിനക്ക് മനസ്സിലാവില്ല സൂരജ്. വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ ഏട്ടാ. ഇല്ല ഇല്ല, ഞാൻ കൺഫ്യൂഷൻ ആക്കിയതല്ല. എനിക്ക് മനസ്സിലായി, ഈ സ്നേഹവും ബന്ധവും എല്ലാം അഭിനയമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സൂരജ്. സോ ഒന്ന് ചുമ്മാ ഇരിക്കേണ്ട ഏട്ടാ. ഞാനിപ്പോ വരാം. ആ കണ്ണാടിങ്ങത്താ. ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണല്ലേ? എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പോലും നിൽക്കാതെ നീ പോവുകയാണല്ലേ? നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി ഒരു 5 നിമിഷം നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. എന്നെക്കാൾ വലുത് നിനക്ക് ആ പെൺകുട്ടിയാണല്ലേ? പോയിക്കോ. ഞാനൊരു കളക്ടറാണെന്നുള്ളത് പോലും മറന്ന് നിന്റെ പ്രേമത്തിന് ദൂത് പോയവനാ. ആ എന്നോട് നീ പ്ലീസ് അനങ്ങാതെ സാർ. ഞാൻ അനങ്ങുന്നില്ല. പെറ്റ അമ്മയും അച്ഛനും അനങ്ങുന്നില്ല. ഞാൻ അവരുടെ ആരുമല്ല. അവർക്ക് പവനാ വലുത്. ഞാനെന്താ ചെയ്തേ? ചെടിയായിരുന്നപ്പോൾ നന്നായി വെള്ളം ഒഴിച്ചു. മരമായപ്പോൾ വെട്ടിമുറിച്ചു അല്ലേ? അതാണ് ലോകമെങ്കിൽ കൊടുങ്കാറ്റിൽ പോലും ഈ മരം ആടില്ല. നിങ്ങൾ വിട്ട്